അതിനിർണായകമായ വിധി ദിനമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ദിനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അല്പസമയത്തിനകം അറിയാം. 7ക്ക് സ്ട്രോങ് റൂം തുറക്കും. ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ കൗണ്ടിംഗ് സെന്ററിലേക്ക് എത്തുകയാണ്. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യം തപാൽ വോട്ടുകൾ, പിന്നീട് സർവീസ് വോട്ടുകളിലേക്ക് പതിവ് പോലെ വോട്ടെണ്ണൽ നടക്കും. അതിനുശേഷമാണ് EVM മെഷീനിലേക്ക് വോട്ടെണ്ണൽ നടക്കുക. ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ഫലസൂചന വ്യക്തമാകും എന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ആദ്യ റൗണ്ടിന്റെ ആ ഡിജിറ്റ് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ഡിജിറ്റിൽ തന്നെ എന്താണ് അവിടുത്തെ ഫലസൂചന എന്ന് വ്യക്തമാകും. ആർക്കെങ്കിലും അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടോ, അങ്ങനെ ഒന്നുണ്ട് എങ്കിൽ അത് വ്യക്തമാകും. അതല്ല ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ആണോ, അതും ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ വ്യക്തമാകും. ആദ്യത്തെ 2 പഞ്ചായത്തുകൾ പൂർത്തിയാകുമ്പോൾ എന്താണ് ഫലമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന സ്ഥിതി ആണ് എന്താണ് പഴയ കണക്കുകളൊക്കെ, പഴയ വോട്ടിംഗ് പാറ്റേണൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അമൽ തേനംപറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, വലിയ രാഷ്ട്രീയ കൗതുകമുള്ള ഒരു തിരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു. വളരെ കുറച്ചു കാലമേ ഒരു MLA ഇപ്പോൾ ആര് ജയിച്ചാലും അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നിലമ്പൂരിൽ നേരത്തെ പറഞ്ഞ പോലെ അന്തർദേശീയ വിഷയങ്ങൾ മുതൽ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ വരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. എന്ത് അലയോലിയായിരിക്കും UDF-ൽ LDF-ൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി അത്തരം അനാലിസിന്റെയൊക്കെ സമയത്തേക്ക് കടക്കാൻ പോകുകയാണല്ലോ. ഇപ്പോൾ 6:32 ആയിരിക്കുന്നു സമയം. 8:30 തന്നെ നമുക്ക് ഫലസൂചനയിലേക്ക് കടക്കാം. പിന്നീട് രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്താണല്ലോ ചർച്ച. വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് LDF-നെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം, അതിനൊക്കെ അപ്പുറത്തേക്ക് BJP-യെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ പിന്നീട് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ മുന്നണികൾക്ക് നടത്തേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ UDF-ൽ വലിയ ആശയക്കുഴപ്പമുണ്ടാകും. വിജയം എന്ന് മാത്രമല്ല, ഒരു 5000-ൽ താഴെ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നത് എങ്കിൽ പോലും അത് പരാജയമായി കണക്കാക്കേണ്ടി വരുമെന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. അതിലും അനുകൂലമായ സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട്. എങ്ങനെ വന്നാലും 10,000-ന് മുകളിൽ വോട്ടിന് വിജയിച്ചേ പറ്റൂ എന്നുള്ള വിധത്തിലായിരുന്നു UDF-ന്റെ പ്രചരണ പരിപാടികളെല്ലാം മുന്നോട്ട് പോയത്. മാത്രമല്ല UDF-ന് അനുകൂലമായ ഘടകങ്ങൾ ഒരുപാട് ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. സമീപകാലത്തൊന്നും കാണാത്ത അത്ര വിധത്തിൽ 65-ൽ മണ്ഡലം രൂപീകരിച്ച ചരിത്രം പരിശോധിച്ചാൽ, ഇങ്ങോട്ട് ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച തിരഞ്ഞെടുപ്പ്, വിജയിച്ച തിരഞ്ഞെടുപ്പിലടക്കമുള്ള ചരിത്രം പരിശോധിച്ചാൽ, ലീഗ് ഇതുപോലെ ഇറങ്ങി പണിയെടുത്ത ഒരു തിരഞ്ഞെടുപ്പ് സമീപകാലത്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റുകളിൽ ഒന്ന് കൊടുക്കേണ്ടത് PK കുഞ്ഞാലിക്കുട്ടിക്കാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അത്രയ്ക്കധികം പണി ഈ മണ്ഡലത്തിൽ ലീഗുകാരെടുത്തിട്ടുണ്ട്. താഴെ തട്ടിലടക്കം ലീഗിന്റെ സകല സംഘടനാ സംവിധാനങ്ങളും ചലിപ്പിച്ച് ഒരു ലീഗ് സ്ഥാനാർത്ഥി എങ്ങനെയാണോ മത്സരിക്കുന്നത് അതുപോലെയുള്ള വർക്ക് ലീഗിന്റെ ഭാഗത്തു നിന്നും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ LDF ക്യാമ്പിലും ആവേശം പ്രകടമായിരുന്നില്ലേ? ദീർഘകാലത്തിന് ശേഷം ഇപ്പോൾ P. ശ്രീരാമകൃഷ്ണൻ മത്സരത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിലൊരു കാൻഡിഡേറ്റ് വരികയാണ്. അതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലമ്പൂരുകാരനായ M. സ്വരാജ്. കാൻഡിഡേറ്റിന്റെ വലിപ്പം കൊണ്ട് LDF-നും ആ വലിയ ഉണർവും മികവും ഒക്കെ ഉണ്ടായില്ലേ? അപ്പോൾ രണ്ടിടത്തും വലിയ സന്നാഹങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായി മാറുകയില്ലായിരുന്നു? രതീഷ്, അതാണ് അത്. UDF-ൽ എങ്ങനെയാണോ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയത്, സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പുതുപ്പള്ളിയിലാണെങ്കിൽ പോലും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തൃക്കാക്കരയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, പാലക്കാടാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന സരിൻ അപ്പുറം പോയി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന VS ജോയ് പോലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഒപ്പം നിന്നു. എന്നാൽ LDF ക്യാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ സമാനമായി തന്നെയാണ് അവസ്ഥ. അരിവാൾ ചുറ്റിക നക്ഷത്രം, ആവേശോജ്വല ചിഹ്നവിത, അങ്ങനെ പറയാൻ പരുവത്തിനുള്ള ഒരു ആവേശം അണികൾക്ക് പകർന്നു നൽകാൻ LDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രയോ കാലമായി, ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോഴാണെങ്കിലും പരാജയപ്പെട്ടു. പക്ഷേ ആ കുഞ്ഞാലിക്ക് ശേഷം ഇങ്ങോട്ട് ആകപ്പാടെ ഒരു തവണ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോഴാണ്. പക്ഷേ അന്ന് ആര്യാടനായിരുന്നു എതിര്. അതിനാൽ തന്നെ കാര്യമായ മത്സരമൊന്നും കാഴ്ചവെക്കാനാവാതെ വോട്ടൊക്കെ പിടിച്ചു. പക്ഷേ എങ്കിൽ പോലും പരാജയമായിരുന്നു ഫലം. അതിനുശേഷം പിന്നീട് 2 തവണ അൻവർ മത്സരിച്ചു. അൻവറിനോടാണെങ്കിൽ LDF അണികൾക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ മറികടക്കാൻ വേണ്ടി പല പേരുകളും പരിഗണിക്കപ്പെട്ടു. ഷിനാസ് ബാബുവിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടു, ഷെറോണ ജോർജിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടു. അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വേണമോ എന്നുള്ളൊരു ചർച്ച LDF-ൽ സജീവമായി തന്നെ നടന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു ആവശ്യം മണ്ഡലത്തിൽ നിന്ന് പൊതുവേ ഉയർന്നു വന്നു. ആ തീരുമാനത്തിനൊടുവിൽ അവർ എത്തിച്ചേർന്നത് അവരുടെ ഈ മണ്ഡലത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി M. സ്വരാജിനെയാണ്. പക്ഷേ M. സ്വരാജിന് എത്രത്തോളം സ്വാധീനം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം. എങ്കിൽ പോലും LDF അണികൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കാൻ പാർട്ടി
പാർട്ടി വോട്ടുകളാകെ പാർട്ടി സംവിധാനം താഴെത്തട്ടിലടക്കം അങ്ങേയറ്റം ചലിപ്പിക്കാൻ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ആ ഒരൊറ്റ പേരുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വഴിക്കടമടക്കമുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ചുങ്കത്തറ അടക്കം മൂത്തേടമടക്കമുള്ള യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലടക്കം താഴെത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ ചലിപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് കരുളായി അടക്കം അല്ലെങ്കിൽ അമരമ്പലം അടക്കമുള്ള എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അത് വലിയ ആവേശമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ആ കൊട്ടിക്കലാശം നമ്മൾ കണ്ടതാണ്. യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകർ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തി വലിയ ഒരു ആവേശം തീർത്തപ്പോൾ ഒരു ചെങ്കടലിന് നടുവിൽ നിൽക്കുന്ന എം സ്വരാജിനെയും കണ്ടതാണ്. അങ്ങനെ നേർക്ക് നേരുള്ളൊരു പോരാട്ടമായിരുന്നു. പി വി അൻവർ അത്ര വലിയൊരു ഘടകം ഇവിടെ ആയി മാറുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അൻവർ വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അൻവറിന് കഴിഞ്ഞ 9 വർഷക്കാലമായി എം എൽ എ ആയിരുന്ന ബന്ധം ഈ മണ്ഡലത്തിലുണ്ട്. അത് സാധാരണക്കാർക്കിടയിലുള്ള ബന്ധമാണ്. ആ ബന്ധം വോട്ടായി മാറിയെങ്കിൽ അത് 10,000 മുതൽ 15,000 വരെ വോട്ട് പിടിക്കും. അതാരുടെ വോട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. അതും വലിയ ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കുമെന്നാണ് പി വി അൻവറിന്റെ അവകാശവാദം. പിന്നാലെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാൻ തോറ്റുപോയാൽ യു ഡി എഫ് വിജയിക്കണം, യു ഡി എഫിനൊപ്പം ചേരാൻ ഞാൻ ആഗ്രഹിച്ചതാണ്, എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്, ഞാൻ യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് നേരത്തെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇതാകില്ലായിരുന്ന ചിത്രം എന്നൊക്കെ പി വി അൻവർ പറയുന്നു. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറയുന്നു എം സ്വരാജ് വിജയിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട്, അതിന്റെ ചാഞ്ചാട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. പി വി അൻവറിന് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അസ്തിത്വം നിലനിർത്തണമെങ്കിൽ ജീവൽ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിലും തർക്കമില്ല.